സാധാരണ നല്ല വെയിലുള്ളപ്പോ ഇവിടെ വന്ന് വെയിൽ കായാറുള്ള ഒരാളാട്ടാ. ഇന്ന് കാണാനില്ല. എവിടെ പോയി? ഇത് നോക്കി എവിടെ ഇരിക്കണേ നോക്കി. മതിയായ നിനക്ക് വെയില്? കുറച്ചൊന്ന് ഹൈ ആയിപ്പോഴേക്കും മതിയായ. ആ ട്രാമ്പോലിന്റെ അടിയിൽ നല്ല സുഖിച്ച് അവിടെ ആ കല്ലുണ്ട് കേട്ടോ, അതിന്റെ അടിയിൽ ഒരു പാറ്റിയോ സ്റ്റോൺ ഉണ്ട്, അതുമ്മ നല്ല തണുപ്പുണ്ട്. അതാണ് അവിടെ വന്ന് കിടക്കണേ. ആ വീട്ടിൽ കയറി കൂടെ? വീട്ടില് ചൂടാവുന്നത്. വീട്ടിൽ വാ, കയറ്, അകത്തോട്ട് കയറ്. വരണില്ലേ? വായോ. ഇല്ലാന്ന്, ഞാൻ അവിടെ പാറ്റിയോന്റെ അടിയിൽ കിടന്നോളന്ന്. അതിൻ്റെ ട്രാമ്പലിൻ്റെ മുകളിൽ ഇങ്ങനെ മിൽക്ക് ക്യാൻ അറേഞ്ച് വെച്ച് നോക്കണ്ട കേട്ടോ, അത് മുഴുവൻ സീഡ്സ് ഇട്ടേക്കെന്താ. ഇന്ന് നല്ല വെയിലുള്ള കാരണം ഞാൻ പുറത്തെടുത്ത് വെച്ച് ഇച്ചിരി വെയിൽ കൊള്ളാൻ വെച്ചിരിക്കുക. ഇതൊക്കെ വീടിനകത്തായിരുന്നു. ഇന്നിപ്പോൾ സ്പ്രിങ് കഴിയാറായി, സമ്മർ സ്റ്റാർട്ട് ചെയ്യണേൻ്റെ ആണോന്നറിയില്ല. നല്ല വെയിലുണ്ട്. ഷൂ ഒക്കെ ഞങ്ങൾ അലക്കി ഉണക്കാൻ വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ വെയിലുള്ള ദിവസങ്ങളിൽ മാത്രമേ ഇതൊക്കെ പുറത്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം ഇന്ന് നല്ല വെയിലുണ്ട്, നല്ല വെതറാണ്, എൻജോയ് ചെയ്യാൻ പറ്റിയ സമയമാണ്. എൻ്റെ റോസൊക്കെ മൊട്ടിട്ടിട്ടുണ്ട് കണ്ടോ, നിറയെ മൊട്ടിട്ടിരിക്കുക. ഇതൊരു റെഡ് റോസാണ്. ഇത് വിരിഞ്ഞിട്ട് വേണം വീഡിയോ എടുക്കാൻ, കാരണം നോക്കി അത്ര അധികം മൊട്ടുണ്ട്. ഇത് വേറൊരു കുഞ്ഞു ടൈപ്പ് റോസാണ്, ഇത് യെല്ലോ കളറാണെന്നുണ്ട്. ഇത് ഒരെണ്ണം മൊട്ടിട്ടിട്ടുണ്ട്. ഇത് ഒരു പിങ്ക്, ലൈറ്റ് പിങ്ക് കളർ റോസാണ്. ഇതൊക്കെ പക്ഷെ ഇത് വരുന്നേ ഉള്ളൂ. ഇത് വിൻ്ററിൽ നിന്ന് അങ്ങോട്ട് രക്ഷപ്പെട്ട് വരുന്നുള്ളൂ. വിൻ്ററിൽ ഇതെല്ലാം ഒരു ഹൈബർനേഷനിലേക്ക് പോകും. അത് കഴിഞ്ഞതേ ഇതൊക്കെ ഇത് 2 റോസാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ള ഏറ്റവും കൂടുതൽ കളക്ഷന്. പിന്നെ ഇതാണ്, ഇത് കഴിഞ്ഞ കൊല്ലം വെച്ചതാ, ഇന്നേ വരെ പൂവിട്ടിട്ടില്ല. പക്ഷെ ഈ കൊല്ലം ദേ നിറയെ മൊട്ടിട്ടിട്ടുണ്ട്. ഇതൊരു ക്ലൈംബിങ് റെഡ് റോസാണ്. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങളൊരു ക്ലൈംബർ പിടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം പിടിപ്പിച്ചില്ല, കാരണം മൊട്ടിടാത്ത കാരണം. ഇത് മൊട്ടിട്ടില്ലെങ്കിൽ വേരോട് കൂടി കളയാനായിരുന്നു പ്ലാൻ. പക്ഷേ ഈ കൊല്ലം എന്തേ സർപ്രൈസിംഗിൽ എന്തൊരു വലുപ്പം നോക്കി അതിൻ്റെ മൊട്ടിന്. ഉമ്മയെ റെഡ് എന്ന് പറഞ്ഞിട്ട് ഇത് പിങ്കാണല്ലോ, ഇവിടെ ഒരു ചെറിയൊരു പിങ്കാണ് വരുന്നത്. എന്നാലും കുഴപ്പമില്ല, ഏതെങ്കിലും കളറായാൽ മതി, എന്നാലും കൊള്ളാലോ. ഇതാണ് ഈ കൊല്ലത്തെ പുതിയ ഒരു കൃഷി, സ്ട്രോബെറി. ദേ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ, കണ്ടാ. ഇതാണ് സ്ട്രോബെറിയുടെ ഫ്ലവർ. ആദ്യമായിട്ടാണ് ഒരു സ്ട്രോബെറി വെക്കണേ കേട്ടോ. ഒരു തയ്യ വാങ്ങി വെച്ചുള്ളൂ, 2-3 തൈ വെക്കായിരുന്നു. പിന്നെ വേറൊരു റോസും കൂടി ഉണ്ട്. ഇത് ഒരു ഭയങ്കര നല്ലൊരു റോസാണ്. പക്ഷേ ഈ കൊല്ലം അത് മൊട്ടിട്ടിട്ടില്ല, എന്താണാവോ. ഞാൻ ചട്ടിയൊന്ന് മാറ്റി നട്ടു, അപ്പോൾ അതിൻ്റെ ആണോന്ന് അറിയില്ല. ഈ കൊല്ലം മൊട്ടിട്ടിട്ടില്ല. എന്നാലും സമയമുണ്ട്, സമ്മർ കഴിയണ വരെ ഇതിൽ പൂവുണ്ടാവും. പിന്നെ ഒരു റോസാണ് ഇത്. ഇത് നല്ല ബ്യൂട്ടിഫുൾ യെല്ലോ കളർ റോസാണ്. എത്ര മുട്ട നോക്കിയേ, നിറയെ മുട്ടാട്ടോ. അതിൻ്റെ വലുപ്പം കണ്ട. ഇത് വിടർന്ന് കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇടും, അതിനാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കണേ. നോക്കാം. ഇതൊക്കെ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. ഇതൊക്കെ ഈ കൊല്ലം ഞാൻ നട്ടതാണ്, വാങ്ങി. ഫുച്ചിഷിയാണിത്. ഇതൊക്കെ പക്ഷെ മുട്ടിടാൻ സമയമെടുക്കും. ഇതൊരു ക്ലൈംബിങ് ക്ലെമൻറ്റൈനാണ്. പക്ഷെ അത് പിടിച്ചു വരുന്നേ ഉള്ളൂ. മൊട്ട് ഇട്ടിട്ടുണ്ട്, പക്ഷെ പൂവായിട്ടില്ല. പക്ഷെ സമ്മറിലേക്കാണ്, കറക്റ്റ് സമ്മറിലേക്കാണ് വരുള്ളൂ. ഇതൊക്കെ വിൻ്ററിൽ പോവെങ്കിലും പിന്നെ സ്പ്രിങ് ആകുമ്പോൾ പിടിച്ചു വരുന്നത്. ഇത് ഹൈഡ്രാഞ്ചിയം അതേപോലെ തന്നെയാണ്. വിൻ്ററിൽ പോയതാണ്, പക്ഷെ അതേ സ്പ്രിങ് ആയപ്പോൾ എല്ലാം തളിർത്തു വന്നു. അതും നല്ല സമ്മറിലാണ് പൂവുണ്ടാവുള്ളൂ. ഇതൊരു മിറാക്കിൾ ഹൈഡ്രാഞ്ചിയ എന്നതിൻ്റെ പേര്. അതും എല്ലാം കൂടി ഒരുമിച്ച് വിരിയുമ്പോഴാണ് ആ വീഡിയോയ്ക്ക് ഭംഗി ഉണ്ടാവുള്ളൂ. ഇതും ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ പേര് പോച്ച്ഡ് എഗ് ഫ്ലവർ എന്നാണ്. അതും മൊട്ടിട്ടിട്ടുണ്ട്. ഇതിങ്ങനെ ഒരുമിച്ച് നിർത്തിയാൽ കുറേ എണ്ണം വിരിയും. കാരണം ഇതിൻ്റെ പൂവ് നമ്മുടെ നാട്ടിലെ 10 മണി പൂ പോലെയാണ്, പക്ഷേ വെള്ളയും മഞ്ഞയാണ് അതിൻ്റെ കളറ്. അപ്പോൾ അതിനും വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഓക്കെ. പിന്നെ ഇത് നമ്മുടെ പറമ്പിലല്ല, അപ്പുറത്തെ പറമ്പിലെയാണ്. അവരുടെ മാപ്പിൾ ട്രീ ആട്ടോ. അത് പിന്നെ ഇപ്പം ഞങ്ങളുടെ പറമ്പിൽ നിൽക്കണ പോലെയാണ്, ഞങ്ങൾക്കാണ് അതിൻ്റെ ഷെയ്ഡ്. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഗാർഡൻ വിശേഷം. അയ്യോ, ഗാർഡൻ വിശേഷം അവസാനിപ്പിക്കണേക്കാളും മുമ്പ് കുറച്ചും കൂടി ഇത് നാട്ടിലെ ചീരവിത്താണ്. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചീരവിത്താണ്. പിടിച്ചിട്ടുണ്ട്. ഇത് പുറത്ത് നടാൻ കൊണ്ടുപോകാണ്, അലോട്ട്മെൻറ്റിലാണ് നടേണ്ടത്. ഇത് ബീട്രൂട്ടാണ്. പക്ഷെ ബീട്രൂട്ട് ഇപ്രാവശ്യം കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല, കുറച്ച് ഉണ്ടായുള്ളൂ, എന്താണെന്നറിയില്ല. പിന്നെ ഇത് ടൊമാറ്റോ ആയിരുന്നു. ഇതും എന്താ പറയുക, നമ്മൾ നട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഫ്രോസ്റ്റ് വന്നു, അപ്പോൾ അതെല്ലാം പോയി. എന്നാലും ഒരു 2 കട ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് പയറാണ്.
ഇവിടത്തെ പയറാണ്, റെഡ് കളർ പയർ എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിയത്. ഇനി ഉണ്ടായി വന്നാലേ അറിയുള്ളൂ എന്താണെന്നുള്ളത്. പിന്നെ ഇതിനെ ഇനി കയറ്റി വിടണം. അപ്പോൾ അതിനെ നമ്മൾ അലോട്ട്മെൻറ്റിൽ കൊണ്ട് കയറ്റി വെച്ചിട്ട് വേണം കയറ്റി വിടാൻ. ഇതൊക്കെ ഞാൻ മിൽക്ക് ക്യാൻ കട്ട് ചെയ്ത് ഉണ്ടാക്കിയതാട്ടോ. കാരണം വെറുതെ പ്ലാസ്റ്റിക് ഇങ്ങനെ വെറുതെ കളയണ്ട, ഇങ്ങനെ എന്തെങ്കിലും റീയൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനും വേറൊരു ഫാമിലി ഉണ്ട്, അവരുടെ വീട്ടിൽ ഉപയോഗിക്കണം മിൽക്ക് ക്യാൻ ഞാൻ വാങ്ങി വെക്കും. അങ്ങനെ ഞങ്ങൾ 2 ഫാമിലീസ് യൂസ് ചെയ്യണം മിൽക്ക് ക്യാൻ കുറേ ഉണ്ട് കേട്ടോ. അതുകൂടി വെച്ചിട്ട് അതിലിപ്പോൾ സീഡ് നട്ടിരിക്കുകയാണ്. ഇനി കുറച്ച് വലുതായ പ്ലാന്റ്സ് നടും. പിന്നെ എന്താ പറയുക, അങ്ങനെ നല്ലൊരു ബ്യൂട്ടിഫുൾ ഡേ ആണ്. ഒരു സാധനം കൂടി കാണിച്ചു തരാമേ. അത് ഞങ്ങളുടെ പൊട്ടാറ്റോ ആണ്. പൊട്ടാറ്റോ കണ്ട, പൊട്ടാറ്റോ നമ്മുടെ വീട്ടിലിരുന്ന് മുളച്ച് പൊട്ടാറ്റോ ഞാൻ വെറുതെ നട്ടതാണ്. ഇപ്പം അതെല്ലാം ഇല വന്നു. ഇതിൽ നിറച്ചിനി പൊട്ടാറ്റോ ഉണ്ടാവുമായിരിക്കും, അറിയില്ല. പക്ഷെ ഇവിടെ വലിയൊരു പ്രശ്നം സ്ലഗ്ഗാണ്. ആ സ്ലഗ് വന്ന് തിന്നും. അപ്പോൾ അതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. എന്നാലും നോക്കാം ഏതൊക്കെ ഇതാവുമെന്ന് അറിയാം. ആഹാ, ഐവി ഇവിടെ നിന്ന് ഇതേ പുറത്തെത്തിയിട്ടുണ്ട് കേട്ടോ. പുറത്തെത്തി. ചൂടെടുക്കണില്ലേ ഐവിക്ക് ചൂടെടുക്കണില്ലേ ഐവി നോ, ഒന്നും തിന്നാൻ തന്നില്ലേ ഇന്ന് ഐവിക്ക് ഒന്നും തിന്നാൻ തന്നില്ലേ? ഒന്നും തിന്നാൻ തന്നില്ലേ? ഇത് വേണ്ട. ആ പോയി, അവള് പോയി. ഒളിച്ചിരുന്നാൽ തിന്നാൻ പോയിട്ടുണ്ട്. അവിടെ ആകുമ്പോൾ ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല. അതാണ് അവിടെ പോയിരുന്ന എല്ലാ കുറുമ്പ് അതിൻ്റെ ഉള്ളിൽ പോയിരുന്നിട്ട് ചെയ്യാം. അവിടേക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ലല്ലോ. ഓക്കേ.